പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ വഴികളിൽ അഹ്റോൻ്റെ ഉണക്ക ബദാംകമ്പ് പച്ച പിടിച്ചതുപോലെയും കായ്ച്ചതുപോലെയും പൂത്ത് കായ്ച്ചതുപോലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാസ്ഥാനത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൃപാസനത്തിൽ രസകരമായ സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസാണ്, കോടതി കേസ്. അപ്പോൾ വക്കീൽ പറഞ്ഞു ഈ കേസ് ഞാൻ വാദിക്കണില്ല എന്ന് പറഞ്ഞു കാരണം കേസ് തോക്കും, എൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തോറ്റ കേസ് ഇല്ല, അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, പരിചയമുള്ള വിശ്വാസമുള്ള ആരും ഇല്ല. പിന്നെ നമ്മളെ കോടതി ചെന്ന് പെട്ടുപോവുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും. അപ്പം അത് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയായിരുന്നു. അപ്പം കേസിൻ്റെ തലേ ദിവസം അവർ വന്ന് കൃപാസനത്തിൽ ഇരിക്കുകയാണ് മാതാവിൻ്റെ അടുത്ത്. നാളെ കേസാണല്ലോ. അപ്പോൾ കാര്യം അവർക്ക് ആരുമില്ല, വക്കീലും കൈ ഒഴിഞ്ഞല്ല, കേസ് തോക്കും, പിന്നെ മാതാവ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 3:30 വക്കീൽ വിളിച്ചു വരാം. അപ്പം സാറേ എന്താ നാളല്ല കേസ്, ഞങ്ങൾക്കറിയാവേ. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കൃപാസനത്തിലാണ്, നാളെ അല്ല കേസ്, ഞങ്ങൾക്കറിയാവേ. അപ്പോൾ വക്കീൽ പറയും അത് നാളെ അല്ല ഇന്നാണതെന്ന്, കേസ് ഇന്നാണ്. അപ്പോൾ അവർ ഞെട്ടിപ്പോയി, കേസ് ഇന്നാ? നിങ്ങളുടെ കേസ് ഇന്നായിരുന്നു, നാളെയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ കേസ് ഇന്നെടുത്ത് ആ കേസ് തള്ളിപ്പോ എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഞാൻ അൾത്താരെ നിൽക്കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ചില ആരുമില്ല എന്ന് അവർ പറഞ്ഞില്ലേ. ദൈവതിരുസന്നിധിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആരും ഇല്ലെന്ന് പറയണം. അപ്പോൾ നിങ്ങൾക്ക് കള്ളം പറയണമെന്നാണ് അച്ഛൻ പറയണത്. അതല്ല, എല്ലാവരും ഉള്ളപ്പോഴും ഇല്ലാത്തതുപോലെ ആയിരിക്കണം ദൈവതിരുസന്നിധിയിൽ ഒരു വിഷയം റിലേ ചെയ്യേണ്ടത്. കാര്യം വചനത്തിൻ്റെ ഒരു പോക്കൊക്കെ അങ്ങനെയാണ്. നിങ്ങളെ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്, രക്ഷ നേടാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുത്. സങ്കീർത്തനം 118 8 9 വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. അപ്പം എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നതല്ല പറയണത്. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം മനുഷ്യന്മാർക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ റിലയൻസ് ഇല്ലേ, നിങ്ങളുടെ അവലംബങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ചില പറയുക താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ല. പറയാൻ ഭംഗിയാണെങ്കിലും ഈ സംഭവം വർക്കൗട്ട് ചിലപ്പോൾ ചെയ്യത്തില്ല. ഇപ്പം ഞാനും അപ്പം നിങ്ങൾ ചോദിക്കും നമ്മൾ അധ്വാനിക്കണ്ടേ, അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയാ എന്ന് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമുക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്ന ദൈവം. അപ്പോൾ ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മളൊരു ദൈവമായിട്ട് അവിടെ വരികയല്ലേ. അങ്ങനെ പറ്റത്തില്ല. അത് അപ്പോഴേ ഉള്ള കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ മറ്റൊരു ദൈവമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത് ഞാനല്ലാതെ മറ്റൊരു അവലംബം നിങ്ങൾക്കുണ്ടാവരുതെന്ന്. പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ലക്ഷ്മി, ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 11/1/2023 മുതൽ ഉടമ്പടിയിലാണ്. 2023 ഞാൻ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഒരു GNM നേഴ്സായ എൻ്റെ ആഗ്രഹം പുറത്തു പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. എൻ്റെ കൂട്ടുകാർ എല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവരെല്ലാം OET പാസ്സായി പുറത്തു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ ആദ്യകാലത്ത് അവർ പറഞ്ഞിട്ടൊന്നും തള്ളിക്കളയുകയാണ് ഉണ്ടായത്.
എന്നാൽ അതിനുശേഷം കൂട്ടുകാർ പറയുകയും പിന്നീട് എനിക്കത് പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ, യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവരികയും ഞാൻ ആ വിശ്വാസത്തിലേക്ക് വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ IELTS എഴുതി. IELTS എഴുതിയപ്പോൾ മാതാവ് എനിക്ക് UK സ്കോർ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും വിശ്വസിച്ചത്. UK സ്കോർ കിട്ടിയപ്പോൾ എനിക്ക് UK പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഓവർ കോൺഫിഡൻസ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് മാതാവ് കണ്ടതുകൊണ്ട് തന്നെ ആവാം എൻ്റെ IELTS ഇന്ന് എക്സ്പയറായി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും അവർ പെട്ടെന്ന് ഇലക്ഷൻ പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ബാൻ ചെയ്യുകയും അവർ ഒരു വിസ പോലും ഇഷ്യൂ ചെയ്യാതിരിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മെറിറ്റ് എന്നുള്ള എൻ്റെ അഹങ്കാരം ഞാൻ താത്തുവച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി തുടങ്ങിയതെല്ലാം ഭൗതിക നിയോഗങ്ങൾ വിട്ട് ആത്മീയ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒരു അക്രൈസ്തവയായ ഞാൻ മാതാവ് എന്താണെന്നറിയാനും ദൈവവിശ്വാസത്തിലോട്ട് ആഴുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നറിയാനും ഉള്ള രീതികളായിരുന്നു ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നത്. കൃത്യമായി എല്ലാ പ്രാർത്ഥനയും 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കൂടുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഭൗതിക നിയോഗം പോലും അമ്മയോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ അങ്ങോട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം എനിക്കതിനുള്ള അനുവാദം തന്നാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നു ഇത്രയും വർഷമായി. 5ാം പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാനൊരു എല്ലാ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടും, കാരുണ്യ പ്രവർത്തികൾ ചെയ്യും, എല്ലാം കൃത്യമായി ചെയ്യും. പക്ഷേ ഞാൻ എന്നിട്ടും ആഗ്രഹിച്ചില്ല പുറത്ത് പോകണമെന്ന്. 5ാം ഉടമ്പടി പുതുക്കി ഞാനൊരു മീറ്റിങ്ങിലിരിക്കെ, ഞാനൊരു താൽക്കാലികമായി ജോലി ചെയ്യുകയായിരുന്നു. അവിടെ മീറ്റിങ്ങിലിരിക്കെ ആ ചൊവ്വാഴ്ച ദിവസം എൻ്റെ ഒരു പഴയ സുഹൃത്ത്, പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. നിനക്ക് ഇങ്ങോട്ടേക്ക് പോരരുതോ, എക്സാം എഴുതരുതോ, പുറത്തൊന്നും നോക്കരുതോ, ഇത്രയും കഴിവുണ്ടായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിവിലല്ല കാര്യം, എനിക്കൊരു മെറിറ്റും ഇല്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് ഞാൻ ആ അയച്ച കൂട്ടുകാരന് തിരിച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ പിന്നീട് എനിക്കൊരു സംശയം, ഇത് അമ്മ എന്നെ തോന്നിപ്പിച്ചാണോ? ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നെങ്കിൽ പിന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മെറിറ്റെന്ന് വിശ്വസിക്കാൻ എനിക്കൊരാഗ്രഹവും ഇല്ല. അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ വന്നു. സന്ധ്യാപ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കിതിനൊരു ഉത്തരം തരണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ടോസിട്ട് നോക്കും. അങ്ങനെ ടോസിട്ട് നോക്കിയപ്പം അമ്മ മുന്നോട്ട് നീങ്ങാൻ തന്നെ പറഞ്ഞു. ഞാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങി അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുൻപ് ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കൂടുകയും ചെയ്തു. അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. എക്സാം സെൻറ്റർ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ട്രെയിനിൽ ചെന്നൈയിലായിരുന്നു എക്സാം. ചെന്നൈ ഞാൻ താമസിച്ച ഹോട്ടലിൽ റൂമിൽ എല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എക്സാം കിട്ടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതുപോലെ പാടായിരുന്നു. എനിക്ക് പാസ് മാർക്ക് പോലും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് പക്ഷേ ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും. കാരണം അറിയുമ്പോൾ വിഷമപ്പെടിക്കണ്ട. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, ഉറച്ച് വിശ്വസിച്ചു അമ്മ എൻ്റെ ഒപ്പം വരുമെന്ന്. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അവിടെ ചെന്ന് എക്സാം സെൻറ്ററിൽ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു എക്സാമിന് ഒരു ആർട്ടിക്കിളും പുറത്തുനിന്ന് കയറ്റാൻ പറ്റാത്ത ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ട് അവർ കാണാതെ ഞാൻ അതും കൊണ്ട് കയറി. ഒരു നുള്ളുപ്പ് എൻ്റെ സീറ്റിനടിയിലും ഞാൻ ആ മേശപ്പുറത്തും അവർ കാണാതെ ഞാൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കറിയില്ല, എൻ്റെ എക്സാമിന് അമ്മ എനിക്ക് മുൻപേ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എക്സാം കൗണ്ട് ഡൗൺ തുടങ്ങി. സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല. 800 മാർക്കിലുള്ളത് 500 മാർക്ക് വേണം പാസ് മാർക്ക്. ഒരു ചോദ്യം പോലും അറിയാത്ത എനിക്ക് ഉറക്കവും ക്ഷീണവും വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം തനിയെ എൻ്റെ മനസ്സിൽ ഓപ്ഷൻസ് ABC ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ഓപ്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നി, ഇത് എത്രാമത്തെ ചോദ്യമാണ്, ഇനി എത്ര സമയം കൂടെ ബാക്കിയുണ്ട്, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇനി ടൈം ഔട്ട് ആവുമോ, എനിക്ക് പാസ്സാവത്തേ ഇല്ല എന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി. ഇനി എൻ്റെ മെറിറ്റിലില്ല, അമ്മ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ എനിക്ക് വിഷമവും വരുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മ എനിക്കിത് സമയം അറിയാൻ പറ്റുന്നില്ലല്ലോ കമ്പ്യൂട്ടറിൽ എവിടെയാണെന്ന്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഈ സമയം എത്ര ആണെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഗ്രേ ബനിയനിട്ട ലേഡി എക്സാം സെൻറ്റർ പുറത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത്. എനിക്ക് തിരിച്ച് തമിഴ് പറയാൻ അറിയില്ല. ഞാൻ അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ചൂണ്ടിക്കാണിച്ചു.
ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അത്. അവർ അവസാനം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പം ആ സ്ത്രീ എൻ്റെ മൗസ് മേടിച്ച് എന്നെ തൊട്ട് കാണിച്ചു. നിൻ്റെ ടൈം ഇനി 20 മിനിറ്റും കൂടി ഉള്ളൂ ചോദ്യം തീരാൻ. ചോദ്യം തീരാൻ ആ 20 മിനിറ്റ് ഉള്ളപ്പോഴാണ് ആ ലേഡി എൻ്റെ അടുത്ത് വരുന്നത്. ഇനി ചോദ്യങ്ങൾ ബാക്കി 100 ചോദ്യങ്ങൾ കൂടെ കിടക്കുന്നു എന്ന് അവരെന്നെ കാണിച്ചു തന്നു. ആ 20 മിനിറ്റ് കൊണ്ട് ആർക്കും പറ്റത്തില്ല ആ ചോദ്യങ്ങൾ വായിച്ചു തീർത്ത് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കൽ, സർജിക്കൽ അതുപോലുള്ള പാടുള്ള സബ്ജക്റ്റുകളാണ്. അങ്ങനെ ആ 20 മിനിറ്റ് കൊണ്ട് എന്നെ മനസ്സിൽ വന്ന ABC എന്നുള്ള ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് ഞാൻ പോയി. വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് അന്നേരം കിട്ടുന്ന ഉത്തരങ്ങളാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയി. എക്സാം സെൻറ്ററിൽ ഞാൻ വിഷമിച്ച് അതിയായ വിഷമത്തോടെ എഴുന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് ഒരു ഉറപ്പുമില്ല ഈ എക്സാം പാസ്സാവുമെന്ന്. ഇത്രയും എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് ഇത് തിരിച്ചെടുക്കുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ അമ്മയോട് ചോദിച്ചു. എഴുന്നേറ്റപ്പോൾ എൻ്റെ സീറ്റിനടിയിൽ ഒരു മുല്ലപ്പൂ കിടക്കുന്നു. ആ മുല്ലപ്പൂ ഞാൻ ഓർത്തിതാരാ മുല്ലപ്പൂ എടുത്തുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി അവിടെയുള്ള എക്സാം കോർഡിനേറ്റേഴ്സിനോടെല്ലാം ചോദിച്ചു ഈ മുല്ലപ്പൂ. അന്നേരം അവരെന്നോട് തിരിച്ചു പറഞ്ഞു, ഒരു ഹെയർ ആർട്ടിക്കിൾ പോലും കയറ്റാത്ത നിങ്ങളുടെ ഹെയർ ആർട്ടിക്കിൾ അഴിച്ചു വെപ്പിച്ചെങ്കിൽ ആ മുല്ലപ്പൂ എവിടെ നിന്ന് വന്നു? നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അല്ല, ഇത് എൻ്റെ സീറ്റിനടിയിൽ കിടന്നതാണ്. അല്ല, ഇവിടെ ഒരു ഹെയർ ആർട്ടിക്കിൾ എന്നല്ല, ഒരു സാധനങ്ങളും ഒരു ജപമാല പോലും ഉള്ളിൽ കയറ്റാത്ത നിങ്ങളുടെ സീറ്റിനടിയിൽ ഇങ്ങനൊരു സാധനം വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും ഹെയർ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അമ്മേൻ്റെ അടുത്ത് വന്നതാണ്, അതാണ് എനിക്കൊരു മുല്ലപ്പൂ തന്നെ എന്നെ അടയാളം സ്ഥിരീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെയും എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥന നടത്തുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം ഹസ്ബൻഡിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ എക്സാം തോക്കുമായിരിക്കും, എക്സാം കിട്ടത്തില്ലായിരിക്കും. അതിന് ഹസ്ബൻഡ് പറയും, നീ മാതാവി വിശ്വസിക്കുന്നില്ലേ, അപ്പോൾ നിനക്ക് എക്സാം കിട്ടും എന്ന് ഹസ്ബൻഡ് എന്നോട് പറയും. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ കുറേ ആളുകളുടെ മാർക്ക്, അതിൽ എൻ്റെ മാർക്കും കുറേ പേരുടെ മാർക്കും മാത്രം വെള്ള കോളത്തിൽ, ബാക്കിയുള്ളവരെല്ലാം കറുത്ത കോളത്തിലാണ് മാർക്ക്. ആ മാർക്ക് കണ്ടത് 42, വെറും 42 എന്ന മാർക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയം നോക്കി, 3 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി 42 എന്ന് പറഞ്ഞാൽ 842 മാർക്ക് തോറ്റു എന്നാണ്. ഞാൻ തോറ്റു എക്സാം എന്ന് ഞാൻ വിചാരിച്ചു. അവസാനം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ആ മാസാവസാനം എൻ്റെ എക്സാമിന് റിസൾട്ട് വന്നു. 542 എന്ന മാർക്ക് തന്ന് അമ്മ എന്നെ വീണ്ടും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തി. അന്നേരം ഞാൻ 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് 1000 നന്ദി ഞാൻ അറിയിച്ചു. എനിക്ക് വിഷമമാണോ സന്തോഷമാണോ, അമ്മയെ കെട്ടിപ്പിടിക്കാനുള്ള അത്രയും സ്നേഹം എനിക്ക് അമ്മയോട് തോന്നി. അമ്മേനെ വീണ്ടും വീണ്ടും അമ്മയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം വീണ്ടും ഡിലേ ആയി. എൻ്റെ കൂടെയുള്ളവരെല്ലാം കയറിപ്പോയി, കുറേ പേരുടെയൊക്കെ മെഡിക്കൽ റിജക്റ്റ് ആയി. ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പക്ഷേ എന്നും എല്ലാ മാസവും ഇവിടെ വരും, എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരു അക്രൈസ്തവയ നീ തന്നെ എല്ലാ മാസവും ഇവിടെ വരുന്നത്, പക്ഷേ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അമ്മയെ കാണും. ആ മാസത്തെ പത്രങ്ങൾ എനിക്ക് നിർബന്ധമാണ്, എല്ലാ മാസത്തെ പത്രങ്ങൾ മേടിക്കണം, അത് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ ഞാൻ എല്ലാ മാസത്തെ പത്രങ്ങളും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഞാൻ മേടിച്ച പത്രത്തിൽ ജപമാല മാസം, ആ മാസത്തിൽ ഞാൻ എഴുതിയിട്ടു. ആ ഒരു ഡേറ്റ് ഡിസംബർ 17 എന്നൊരു ഡേറ്റ് ഞാൻ എഴുതിയിട്ടു. പക്ഷെ ഞാൻ പോലും മറന്നുപോയി ആ ഡേറ്റ് എഴുതിയിട്ടത്. ആ ഡേറ്റ് എഴുതി ഞാൻ എല്ലാ മാസത്തെ ഒരു പത്രം എന്നേലും വിദേശത്ത് പോകാൻ പറ്റും എന്ന ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അമ്മ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തിൽ ആ പത്രങ്ങളെല്ലാം ഞാൻ ശേഖരിച്ച് ആ ഫയലിൽ വെക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ചൊവ്വാഴ്ച, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്ക് പാടായിരുന്നു, ഇൻ്റർവ്യൂ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് കലണ്ടറിൽ നോക്കിയപ്പോൾ അത് ചൊവ്വാഴ്ച, ഞാൻ പുറത്ത് നിന്നപ്പോഴാണ് ഇൻ്റർവ്യൂ വന്നതും ചൊവ്വാഴ്ച. അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ചൊവ്വാഴ്ച ഇത് അമ്മ കൊണ്ടു തന്ന ഇൻ്റർവ്യൂ ആണ്. എന്നിട്ട് ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മ തന്നാണെങ്കിൽ എനിക്ക് വീണ്ടും ഒരു അടയാളം കൂടെ തരണം. അന്ന് തന്നെ അമ്മ എൻ്റെ വിസ നമ്പരും ഇട്ട് തന്നു. എനിക്ക് ഞാനപ്പോൾ ഉറപ്പിച്ചു അമ്മ തന്നാണ്. ചൊവ്വാഴ്ച എനിക്ക് വിസ നമ്പരും ഇൻ്റർവ്യൂ ഓഫർ ലെറ്ററും അമ്മ അമ്മ തന്നെയാണ് എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അതിൻ്റെ പിറ്റേന്ന് മെഡിക്കലിന് വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡും ഒക്കെയുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇത്രയും പല ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് മുൻപേ അമ്മ അവിടെ എത്തണം, എങ്കിൽ മാത്രമേ എനിക്ക് മെഡിക്കൽ കിട്ടത്തുള്ളൂ. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ എക്സ്റേ പാച്ചുണ്ട്, എക്സ്റേയിൽ പാടുകളുണ്ട്. എൻ്റെ നെഞ്ചിൽ എക്സ്റേയിൽ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അപ്പം എനിക്ക് മുൻപേ എല്ലായിടത്തും അമ്മ ചെല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ക്രൈസ്തവയായതുകൊണ്ട് ബൈബിള് വചനങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ മനപ്പാടമില്ല. ആ മനപ്പാടം ആവാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എറണാകുളത്തായിരുന്നു മെഡിക്കൽ. എറണാകുളം വരെ കൊന്ത ജോലിയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഓരോ റൂമിലും ഞാൻ കയറുമ്പം
ഞാൻ വളരെ ടെൻഷനോട് കൂടിയാണ് കയറുന്നത്. ഉപ്പും ഈ പറഞ്ഞ പോലെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടേക്കുന്നത്. അവർ കാണാതെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ട് തൈലം ബാഗിനകത്ത് പാത്ത് വെച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് തൈലം ഞാൻ നെഞ്ചിൽ തേച്ച് എക്സ്റേ റൂമിൽ കയറി. ബ്ലഡ് കൊടുക്കാൻ നേരം ബ്ലഡിൽ കയ്യിൽ ഞാൻ തേച്ചിട്ട് ആ കുത്തുന്ന ഭാഗത്ത് അവരെടുത്തോട്ടെ ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ ഞാൻ തേച്ചാണ് മെഡിക്കൽ റൂമിലെല്ലാം കയറി ലാസ്റ്റ് റൂമിൽ ECG റൂമിൽ കയറുന്നതിന് മുൻപ് ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് മുൻപേ ഒരു ലേഡി ഈ ജോസഫ് അച്ഛൻ തന്ന ആ കാശ് രൂപം അണിഞ്ഞ് ഒരു ലേഡി എനിക്ക് മുൻപേ കയറുന്നുണ്ട്. എല്ലാ റൂമിലും കയറി ആ സ്ത്രീ തിരിച്ചിറങ്ങിയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വാക്സിൻ റൂമിൽ ഞാൻ കയറിയപ്പോഴും ആ ലേഡി അവിടെ കയറി ഇറങ്ങി ഞാൻ വെളിയിൽ വന്നിരുന്നു. അവരെൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നു. എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, സൗദി. ആദ്യമായിട്ടാണോ? ഞാൻ പറഞ്ഞു, അതെ. പേടിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇവിടോട്ടാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു, സ്ഥലമായിട്ടില്ല, ഇന്ന സ്ഥലമാണ്, ഇന്ന ഹോസ്പിറ്റലാണ്. അന്നേരം എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, പണ്ട് ഞാൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ കാശ് രൂപം ഇങ്ങനെ ഞാൻ കാശ് രൂപത്തിലുള്ള കൂടുതൽ നോക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ പോകുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. പേടിക്കേണ്ട, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എനിക്ക് അടയാളം തന്ന് സ്ഥിരീകരിച്ചാണ്. എനിക്ക് മുൻപേ അമ്മ പോകണമെന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, യാചിച്ചത്. എനിക്ക് മുൻപേ അമ്മ എല്ലാ റൂമിലും കയറി ഇറങ്ങി എന്നെനിക്ക് ഞാൻ വിശ്വസിച്ചു. 3 മണിയായപ്പോൾ എൻ്റെ മെഡിക്കൽ റിസൾട്ട് വന്നു. അമ്മ മെഡിക്കൽ ഫിറ്റാക്കി തന്ന് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് വിസയ്ക്ക് കൊടുക്കണമ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാ കാര്യങ്ങളും എൻ്റെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ വിസയെ എനിക്ക് ചൊവ്വാഴ്ച തന്നാൽ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എനിക്ക് ഉറപ്പായേനെ. അങ്ങനെ അവസാനം ചൊവ്വാഴ്ചയാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എനിക്ക് ഇട്ട് തരുന്നതും ചൊവ്വാഴ്ചയായിരുന്നു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇപ്പം ഞാൻ വിസയും കൈപ്പറ്റി നേരെ എറണാകുളത്തുനിന്ന് വിസയും കൈപ്പറ്റി നേരെ ഇങ്ങോട്ടാണ് വന്നത് അമ്മയോട് സാക്ഷ്യം പറയാനായിട്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രധാനമായും കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ. ഞാൻ ഫീൽഡ് തല ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ക്യാൻസർ രോഗികളൊക്കെ കാണാൻ പറ്റും. അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യും. പിന്നെ പത്രം വാങ്ങിച്ച് ആദ്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടേ മറ്റാർക്കും കൊടുക്കത്തുള്ളൂ. കാരണം കുറേ പേര് എന്നെ നോക്കിയിരിക്കുന്നവരുണ്ടായിരുന്നു ഫീൽഡിൽ, അവർ ആ പത്രം വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൂടാതെ ഞാൻ വിശേഷവിധിയായി ജോസഫ് അച്ഛൻ പറയും, വിശേഷവിധിയായി ചെയ്യണം എന്തെങ്കിലും ധ്യാനത്തിൽ, അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് അച്ഛൻ പറയും. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ആലോചിച്ചു, സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, വിശേഷവിധിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് കൈവച്ച് എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് ഞാൻ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പിന്നെ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്കൊക്കെ ധനസഹായം, എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളാണെങ്കിലും ഞാൻ ഓൺലൈനിൽ എനിക്കറിയാവുന്ന ആളുകൾക്ക് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഏറ്റവും ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശത്രുക്കളോട് ക്ഷമിക്കാൻ പറ്റിയത്, എനിക്ക് ഭയങ്കര മനസ്സിൽ പകവച്ച് പെരുമാറുന്ന സ്വഭാവമായിരുന്നു. എന്നോട് മോശമായിട്ട് പെരുമാറിയ ഓരോരുത്തരോടും ഞാൻ അങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ട് അവരോടൊക്കെ എളിമപ്പെട്ട് അങ്ങോട്ട് കയറി മിണ്ടാനും അങ്ങോട്ട് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ എനിക്ക് അതിനുള്ള കൃപയും അമ്മ എനിക്ക് തന്നു. മാതാപിതാക്കളോടാണേലും എല്ലാവരോടും എനിക്ക് അനുകമ്പയും, ഒരു വയ്യാഴിയെന്ന് പറഞ്ഞാൽ ആരോടായാലും അനുതാപവും അനുകമ്പയും എല്ലാം, എനിക്ക് തെറ്റ് ചെയ്താൽ കുറ്റബോധവും എല്ലാം എനിക്ക് അമ്മ അതിനുള്ള കൃപയെല്ലാം തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി സാക്ഷ്യങ്ങൾ പറയാൻ അമ്മ എനിക്ക് അനുഗ്രഹം തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19. ഉടമ്പടി മക്കൾ ദൈവത്തെ സ്നേഹത്തോടെ ആദരിക്കുകയും അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ദൈവം തൻ്റെ മക്കൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ നിന്നുള്ളതാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ നന്മ അളവറ്റതാണ്. അവിടുത്തെ സ്നേഹവും നമ്മുടെ കണക്കുകൂട്ടലുടെയും പ്രതീക്ഷകളിലും ഒതുങ്ങാത്ത ഒരു അളവറ്റ സ്നേഹമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഉടമ്പടി സാക്ഷ്യത്തിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത്. ലക്ഷ്മി എസ് കുമാർ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും നമ്മൾക്കിതാണ് മനസ്സിലാകുന്നത്. കർത്താവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ തൻ്റെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. ആ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുടെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ ഈ മകൾ വന്നു നിന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമായി തന്നെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നതും പിന്നീട്
ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും IELTS എഴുതി UK സ്കോർ കിട്ടിയ ശേഷം ഒരു നല്ലൊരു കോൺഫിഡൻസ്, പെർഹാപ്സ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഒരു എളിമപ്പെട്ട ജീവിതത്തിലേക്കാണ് ഈ മകളെ ഈശോയും അമ്മയും കരം പിടിച്ച് നടത്തിയത്. പിന്നീട് എല്ലാ ഭൗതിക കാര്യങ്ങളും വിട്ടിട്ട് ആത്മീയമായിട്ടുള്ള ജീവിതം നയിക്കാനാണ് ഈ മകൾ ആഗ്രഹിച്ചത്. സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് പിന്നീട് അമ്മയുടെ ഇഷ്ടത്തിലേക്കാണ് മാറ്റിയത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും അവിടെ ആ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കുവാനുമുള്ള ഒരു നല്ലൊരു ആത്മീയ ജീവിതത്തിലേക്കാണ്, ഭൗതിക ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും വിട്ട് ഈ മകൾ പതുക്കെ മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചത്. 5ാം ഉടമ്പടി പുതുക്കിയപ്പോഴാണ് അടുത്ത എക്സാമിനുള്ള ഡേറ്റ് ഇട്ടത്, പ്രാർത്ഥിച്ചതും. ചെന്നൈയിലായിരുന്ന എക്സാം, പോകുന്ന വഴിക്ക് മുഴുവൻ പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്നത് പോലെ പരീക്ഷ വളരെ കഠിനമായിരുന്നു. എപ്പോഴും ഈ മകൾ എല്ലാ കാര്യത്തിലും ഒരേ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്, അമ്മേ എനിക്ക് മുൻപേ പോകണമെന്നാണ്. എല്ലായിടത്തും ഈ മകൾക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചതാണ് നമ്മൾ വീണ്ടും കാണാൻ സാധിക്കുന്നത്. പരീക്ഷ എഴുതി എഴുന്നേറ്റപ്പോഴും ആ മുല്ലപ്പൂ അവിടെ ഉണ്ടായിരുന്നതും പിന്നീട് മെഡിക്കൽ ടെസ്റ്റിന് പോയപ്പോഴും അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അമ്മ എനിക്ക് മുൻപേ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയും ഈശോയും കൂടെയാണ് ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നത്. മെഡിക്കൽ ടെസ്റ്റിന് പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നതെല്ലാം ഈശോയും അമ്മയോടും പ്രാർത്ഥിച്ചപ്പോൾ, എനിക്ക് മുൻപേ പോകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ഈ മകളുടെ മുൻപേ പോയി മകളോട് പറഞ്ഞ് കൃപാസനത്തിൽ പോകുന്നതല്ലേ, പ്രാർത്ഥിച്ചു, ഭയപ്പെടേണ്ട എന്നാണ് ഈ മകളോട് പറഞ്ഞത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ട സങ്കീർത്തനത്തിൽ ഭക്തർ തൻ്റെ ഭക്തർക്ക് എവിടുന്ന് അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു, ഒരുക്കി വെച്ചിരിക്കുന്നു. ഈശോയിൽ അഭയം തേടുമ്പോൾ ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. വിശേഷവിധിയായിട്ട് ഈ മകൾ പറഞ്ഞത്, പത്രത്തിൻ്റെ കൂടെ ഓരോ പത്രം കൊടുക്കുമ്പോഴും ആ പത്രത്തിൻ്റെ കൂടെ കൈവശത്തിൽ എഴുതിയ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈ മകൾ വിശേഷവിധിയായിട്ട് ചെയ്തത്. ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് നമ്മുടെ ആസ്തി കൂട്ടണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്തി കൂട്ടി നമുക്ക് എന്തെങ്കിലും വിശേഷവിധിയായിട്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക എന്നാണ് ഈ മകൾ അതുപോലെ ചെയ്ത്. അതുകൊണ്ടാണ് ഈ മകൾക്ക് കൂടുതൽ ഈശോയുടെ അനുഗ്രഹവും ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ അങ്ങ് സ്വന്തം സമർപ്പിച്ച്, ജസ്റ്റ് സമർപ്പിച്ച് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയ പുത്തൻ വഴി ഈശോയും അമ്മയും തുറന്നു കൊടുത്തത്. എളിമപ്പെടുത്തിയ ഒരു ജീവിതം, പ്രാർത്ഥനാരൂപയിൽ ഭക്തിയോടെയുള്ളൊരു ജീവിതം, വിശ്വാസ ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾ നയിച്ചത്. ആ ജീവിതമാണ് ഈ മകളെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അനുതപിക്കുവാനും അനുതപത്തിൽ കൂടെ അനുഗ്രഹം ലഭിക്കുവാനും ഈ മകൾക്ക് സാധിച്ചത്. ബൈബിൾ വചനങ്ങൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാപ്പോഴും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചതും ഈ മകൾക്കുള്ള ആസ്തിയാണ്. അതായത് ആത്മീയമായിട്ടുള്ള എളിമയായി താഴ്ന്നപ്പോഴാണ് ഈശോയും അമ്മയ്ക്കും ഈ മകളുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാൻ സാധിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എത്രയുണ്ടായാലും ഈശോയുടെ അമ്മയുടെയും കൂടെ നിന്ന് ഈശോയും അമ്മയും നമ്മുടെ നന്മയ്ക്കായാണ് എല്ലാം ചെയ്ത് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും ദൈവത്തിൽ ആശ്രയിച്ച് ഭക്തിയോടെ ഉടമ്പടി ജീവിതം നയിക്കാം. ദൈവത്തിൽ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന മഹത്തായ നന്മയും അവനിൽ ആശ്രയിച്ചുകൊണ്ട് ഉള്ള നമ്മുടെ വിശ്വാസവും ഉറപ്പിക്കാം. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലക്ഷ്മി എസ് കുമാറും ആ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ആൻമരിയ. ഞാൻ പാലാരൂപതയിലെ കയ്യൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. കോവിഡ് ടൈം ആയതിനാൽ ഞാൻ യൂട്യൂബ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കയറി വന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഇവിടെ സംഭവിക്കുന്നു. ഞാൻ ആ സമയത്ത് UK പോകാനായിട്ട്, ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് പോകുന്നതിനെപ്പറ്റി ഞാൻ പ്രയറായിട്ട് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ജനുവരി ഇൻടേക്കിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഒക്ടോബർ ലാസ്റ്റ് ടൈമായി. ആ സമയത്ത് ഞാൻ PGയുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൂടെയായിരുന്നു.
ഞാൻ ഏജൻസികളെ കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു നമുക്ക് PG ഹൈഡ് ചെയ്ത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ച് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കത് സമ്മതമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം എൻ്റെ 2 വർഷം പോകും, എനിക്ക് PG വെച്ച് തന്നെ അഡ്മിഷന് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് നോ പറഞ്ഞു. ഞാനങ്ങനെ എനിക്ക് ഓൺലൈനിലൂടെ ഒരു ഏജൻസിനെ കിട്ടി. ഞാൻ അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ ഫോംസൊക്കെ ഇട്ടു. ഒക്കെ അവരെന്നോട് പറഞ്ഞു നമുക്ക് PG വെച്ച് തന്നെ, അതായത് PG ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി അവൈറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇടാമെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ഒരു കോഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ലാസ്റ്റ് ടൈമാണ്, നമുക്കെന്നാലും നോക്കാം, പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വിത്തിൻ ഒരു 4 ഡേയ്സിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. MSc ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടിയായിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടത്. ആ കോഴ്സ് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ യൂണിവേഴ്സിറ്റി എന്നോട് 7 lakhs ഫീസ് അടയ്ക്കാനായിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഫാമിലി അത് ഫീസ് അടച്ചു. അതിന് ശേഷമാണ് നമുക്ക് UK പുറത്ത് പോകുന്നവർക്കറിയാം, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ്, അതായത് ഡെപ്പോസിറ്റ് കാണിക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഓർത്ത് നമുക്ക് ലോൺ വെക്കാമെന്ന് ഓർത്തു. പക്ഷേ സമയം വളരെ ചുരുക്കമാണ്. അതിന് മുമ്പ് ലോൺ വെച്ചുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എഡ്യൂക്കേഷൻ ലോൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാസ്സാകുമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്തപ്പോൾ ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, ആൻമരിയ 3 months ആയിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഇട്ടവരുണ്ട്, അവരുടെ ഒന്നും ലോൺ പാസ്സായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം എനിക്ക് ജനുവരി ഇൻടേക്ക് പോകേണ്ടതാണ്, ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനാണ് ഞാൻ ബാങ്കിൽ ലോണിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അവർ പേപ്പറൊക്കെ, ഞാൻ SBI അല്ലാതെ ഞാൻ വേറൊരു ബാങ്കിനെ പറ്റി ചിന്തിച്ചില്ല, ഞാൻ വേറൊരു ഓപ്ഷനെ പറ്റി ഞാൻ മുമ്പിൽ കാണുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിത് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ബാങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടുമായിരുന്നു. അപ്പോൾ ഞാൻ ഏതൊക്കെ ഓഫീസിൽ എന്തൊക്കെ ഇതിന് പോയാലും ഞാൻ ഈ പ്രാർത്ഥന എൻ്റെ ഫോണിൽ ഞാൻ വോളിയം കുറച്ച് വെച്ച് ഈ പ്രാർത്ഥന ഓണാക്കി ഞാൻ എൻ്റെ ബാഗ് വെക്കും. അതിപ്പം ബാങ്കിൽ ചെന്നാലും ഞാൻ എവിടെ പോയാലും ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ മാഡം എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നുള്ള പേപ്പറൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം, ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയിരുന്നു, ഇത് കൃപാസനത്തിലെ കാശ് രൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശ് രൂപം തന്നു. അപ്പം ഞാൻ ആ കാശ് രൂപം 1 സെക്കൻഡ് എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ലോൺ ഒന്ന് പാസ്സാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ മാഡത്തിനോട് ചോദിച്ചു ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു ഓക്കെ നീ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞു. ആ ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാത്രി ഞാൻ ഒത്തിരി കരഞ്ഞോണ്ട് തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ സമയം ഒട്ടുമില്ല, എനിക്ക് ജനുവരി ഇൻടേക്ക് തന്നെ പോകണം, മാതാവ് എനിക്ക് ഈ ലോൺ പാസ്സാക്കി തന്നേ പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ റാസ്മെക്കിൽ പോയി, പാലാ റാസ്മെക്ക് ഓഫീസിൽ പോയി. അവിടെ നമുക്ക് ലോൺ സാങ്ഷൻ ആകുമ്പോൾ മാത്രമേ അവർ നമ്മളെ വിളിക്കത്തുള്ളൂ. എൻ്റെ ലോണിൻ്റെ ഒരു കാര്യങ്ങൾ പോലും പേപ്പർ ജസ്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്തെന്നല്ലാതെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു വാലുവേഷൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് 5 ദിവസം ആയിട്ടുള്ളൂ, 3 മാസം മുമ്പുള്ള ആപ്ലിക്കേഷൻ വരെ ഇവിടെ കിടക്കും. അപ്പോൾ ഞാൻ ആ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് പോകാൻ ഇനി കറക്റ്റ് 1 മാസമേ ഉള്ളൂ, ഞാൻ ഓൾറെഡി 7 lakhs ഫീസ് അടച്ചു, എനിക്ക് ലോൺ വേണം, എനിക്ക് എങ്ങനെയും പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പം സാർ പറഞ്ഞു ആൻമരിയ നീ ഇത്ര എഡ്യൂക്കേറ്റഡ് അല്ലേ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ, ലോൺ എന്താണെങ്കിലും പാസ്സാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി. കാരണം രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എപ്പോഴും ഭയങ്കര കംപ്ലൈനിങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിത് തരാത്തെ, ഈവൺ ഞാനൊരു എക്സാമിന് പോലെ എനിക്കൊരു മാർക്ക് പറഞ്ഞാൽ പറയും മാതാവേ ഞാൻ എന്തേരം പ്രാർത്ഥിക്കുന്നു എന്നിട്ട് നീ എനിക്ക് തന്നില്ല, ഐ ഓൾവേസ് കംപ്ലൈൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റേത്. എന്നിട്ട് ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു എന്നാലും ഒരു സമയത്തേക്ക് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് സെക്കൻഡിലേക്ക് ഞാൻ പെട്ടെന്നൊരു അവിശ്വാസിയെ പോലെ ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ അച്ചാച്ചെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ലടി മാതാവ് നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. ആ ഓൺ ദ സെക്കൻഡിൽ തന്നെ ഞാൻ വീട്ടിൽ ഫോൺ വെച്ചിട്ടാണ് പോയത്. എൻ്റെ ഫോണിലോട്ട് ബാങ്കുകാർ വിളിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ എൻ്റെ അച്ചാച്ചൻ്റെ ഫോണിലോട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങളോട് ബാങ്കിൽ തിരിച്ച് കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാങ്കിൽ തിരിച്ച് കയറി ചെന്നു. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു ആൻമരിയ നീ ചൊവ്വാഴ്ച പോരെ, നിൻ്റെ ബാങ്കിലെ ലോൺ ഇവിടെ പാസ്സായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട്, കാരണം 3 മാസം മുമ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരുടെ പോലും 3-6 മാസമൊക്കെ ഉണ്ട്, അവരുടെ പോലും ലോൺ പാസ്സാകാതെ എൻ്റെ ലോണ് വെറും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് SBI ബാങ്കിലാണ്. SBI ബാങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ഒരു ലോൺ സാങ്ഷൻ ആകുമെന്ന് പറഞ്ഞാൽ ലോൺ വെക്കുന്നവർക്കറിയാം അത് എത്രത്തോളം പാടാണ്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ലോണ് സാങ്ഷൻ ആയത്. അപ്പോൾ ആ മേഡം എന്നോട് മാതാവിനെ പറ്റി പറഞ്ഞപ്പോൾ ഓക്കെ ഞാനും ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ
എനിക്ക് ആലപ്പുഴയിൽ ഒരു കൃപാസനം ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ. കൃപാസന പത്രം എൻ്റെ അമ്മ എനിക്ക് എക്സാമിന് പോകുന്ന നേരത്തെ എൻ്റെ ബാഗിൽ വെച്ച് തന്നിരുന്നു. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഏതൊക്കെ എക്സാമിന് ആ പത്രമായിട്ട് എൻ്റെ ബാഗിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ആ പത്രമായിട്ട് ഞാൻ പോയോ ആ എക്സാമിനൊക്കെ ഞാൻ നല്ല രീതിയിൽ നല്ല മാർക്കോടെ തന്നെ പാസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു, ഞാൻ PG MA ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 3 സപ്ലി ഉണ്ടായിരുന്നു. ആ സപ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അതായത് ഒരു സബ്ജക്റ്റിന് എനിക്ക് 27 മാർക്ക് എനിക്ക് ജയിക്കാനായിട്ട് വേണമായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ഒരു ഇതിൽ പെടുന്നതാണ്. പക്ഷേ എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ സപ്ലിമെൻ്ററി എക്സാം എഴുതുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ആരോ എന്നോട് പറയുകയാണ്, മാതാവ് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ആൻമരിയ നീ റീവാലുവേഷൻ കൊടുക്കുക. റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, സപ്ലിമെൻ്ററി എക്സാം എഴുതിയില്ലെങ്കിൽ ഞാനവിടെ ഫെയിൽ ആവുക ചെയ്യുന്നത്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കുകയാണെങ്കിൽ സപ്ലിമെൻ്ററി എക്സാം എന്ന് പറയുന്നത് റീവാലുവേഷന് മുമ്പാണ്. അപ്പം ഞാൻ മാതാവിൽ വിശ്വസിച്ച് ഞാൻ റീവാലുവേഷന് തന്നെ കൊടുത്തു. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ പേപ്പർ എടുപ്പിക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ എൻ്റെ ഫോണിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഓണാക്കി വെച്ച് ഞാൻ ആ ഓഫീസിൽ കയറി ഞാൻ എൻ്റെ പേപ്പർ കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് മാർക്കിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ സമയത്ത് ആപ്ലിക്കേഷനൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേന് ഞാൻ 27 മാർക്കോടെ, അതായത് ഞാൻ ഫെയിലായ സബ്ജക്റ്റിന് 27 മാർക്കോടെ ഞാൻ 27 മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടി, ഞാൻ പാസ്സായി. അതെൻ്റെ PG പേപ്പറാണ്. 3 സബ്ജക്റ്റിനും എൻ്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. അത് ഒരു സാറല്ല, ഒരു ടീച്ചർ ചെക്ക് ചെയ്ത പേപ്പർ പിന്നീട് അത് റീവാലുവേഷൻ ചെയ്തു. അപ്പോൾ അത് മാതാവിൻ്റെ ഒരാളുടെ ഇടപെടൽ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ മാതാവ് ആ പേപ്പർ ചെക്ക് ചെയ്ത സാറിനെ അല്ലെ ടീച്ചറിൻ്റെ മനസ്സിൽ എന്നെ പാസ്സാക്കണം, അല്ലെങ്കിൽ ഈ പേപ്പർ ഉറപ്പായിട്ടും പാസ്സാകണം എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം ഞാൻ പാസ്സായ ഒരു വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ 3 സബ്ജക്റ്റും ഒരു സപ്ലിമെൻ്ററി എക്സാം പോലും ഇല്ലാതെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റീവാലുവേഷൻ വെച്ചതുകൊണ്ട് മാത്രം ഞാൻ പാസ്സായി. അമ്മ മാതാവിന് ഒത്തിരി സ്നേഹത്തോടെ എന്നെ ആ എക്സാം പാസ്സാക്കിയതിന് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ UK ഞാൻ 2022 ജനുവരിയിൽ ഞാൻ ചെന്നു. ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അവിടെ വന്ന സ്റ്റുഡൻസ് എല്ലാം ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാനായിട്ട് തുടങ്ങി, പാർട്ട് ടൈം കിട്ടാത്തതുകൊണ്ട്. ഞാൻ ചെന്ന വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് പാർട്ട് ടൈം ജോബ് സെറ്റായി. എൻ്റെ പഠിത്തം തീരുന്നോടം വരെയും ഞാൻ ആ സെയിം പാർട്ട് ടൈം ജോബ് തന്നെ, വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഒരു പാർട്ട് ടൈം ജോബ്. നമുക്ക് വെക്കേഷൻ വന്നാൽ നമുക്ക് 40 hours ജോലി ചെയ്യാം. അപ്പോൾ പല കുട്ടികൾക്ക് 40 hours ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ദിവസം പോലെ എൻ്റെ വെക്കേഷൻ്റെ സമയത്ത് 40 hours കിട്ടാത്ത ഒരാഴ്ച പോലും ഇല്ലായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് എന്നും ജോലി കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പാർട്ട് ടൈം ജോബും വളരെ നന്നായിട്ട് എനിക്ക് മാതാവ് പാർട്ട് ടൈം ജോബ് തന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ PSW കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി കിട്ടുക, എനിക്ക് UK ഒരു കമ്പനിയിൽ ജോലി കിട്ടുക എന്നുള്ളത്. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. more than thousands of application ഞാൻ ഇട്ടു. ഞാനും എൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇട്ടുമായിരുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേനും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അല്ല 2 ദിവസം കഴിയുമ്പോൾ മെയിൽ നോക്കുമ്പം അൺഫോർച്ചുനേറ്റ്ലി യു ആർ നോട്ട് സെലക്റ്റഡ് എന്നായിരുന്നു എൻ്റെ എല്ലാ മെയിലും വരുന്നത്. more than thousands, അതായത് ജോലി അപ്ലൈ ചെയ്തവർക്കറിയാം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടണം എന്നുള്ളത്. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻ ഇട്ടു. ഞാൻ 2 വർഷത്തിന് ശേഷം UK കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല. ഞാൻ പോരുന്നതിൻ്റെ തലേദിവസം എനിക്ക് ലിങ്ക്ഡിനിൽ എനിക്കൊരു മെസ്സേജ് വന്നു, കുഡ് യു പ്ലീസ് സെൻഡ് യുവർ CV. ഒരു കമ്പനിയുടെ ഒരു മാനേജർ എനിക്ക് അയച്ചൊരു മെസ്സേജാണ്, എൻ്റെ CV ഒന്ന് ഫോർവേഡ് ചെയ്യാവുന്നു. ഓക്കെ, ഞാൻ CV കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണ്, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 4 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്ത് വരെ ഞാൻ പോയി ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യനായിട്ട് ഞാൻ മാത്രമുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് സ്റ്റുഡൻറ്റ് പീരീഡ് കഴിയാത്തതുകൊണ്ട് എന്നെ ഇറക്കി വിട്ട ഇൻ്റർവ്യൂ വരെ ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക്, പക്ഷേ ഞാൻ എല്ലാം പ്രിപ്പയർ ആയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പേപ്പർ നോക്കിയില്ലായിരുന്നു, സോ സോറി നിങ്ങൾക്ക് ഈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8th ഫ്ലോറിൽ നിന്നുള്ള ഒരു ബാങ്കിൻ്റെ ഇലക്ഷന് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് തന്നെ വിട്ടു, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഞാൻ അയച്ചു. എന്നിട്ട് ഞാൻ അന്ന് രാത്രിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ നാട്ടിൽ വന്നു. ഞാൻ നാട്ടിൽ വന്നപ്പം അവരെന്നോട് പറഞ്ഞു നമുക്കെന്നാൽ ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ എടുക്കാം, ഓഫ്ലൈൻ പോലും അല്ല ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു.
അത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ഓക്കെ, ഞാൻ യെസ് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അന്ന് വൈകിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. അവർ ഇൻ്റർവ്യൂ എടുത്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ നന്ദി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ഒത്തിരി ആപ്ലിക്കേഷൻ ഇട്ടു. മാതാവിന് തന്നെ അറിയാം, 1000 അല്ല അതിനും എബവ് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്. എല്ലാം റിജക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് പിറ്റേ ദിവസം ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൽ നിന്ന് എനിക്ക് ആ കമ്പനിയുടെ അസിസ്റ്റൻറ്റ് മാനേജർ ആയിട്ടുള്ള പോസ്റ്റിലോട്ടാണ് എന്നെ അവർ സെലക്ട് ചെയ്തത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ UK പോയതും അങ്ങനെ ഒരു കമ്പനിയിൽ എനിക്ക് ഈ ജോലി കിട്ടിയതും. അത് കഴിഞ്ഞ് അങ്ങനെ ജോലി കിട്ടി. 1 വർഷം കംപ്ലീറ്റ് ആകുന്ന സമയമായപ്പോഴത്തേനും വർക്ക് വിസ നമുക്ക് വേണം. വർക്ക് വിസ ഇല്ല, നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ UK ഒരു വർക്ക് വിസ തരിക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അമ്മ മാതാവായിട്ടാണ് എന്നെ UK എത്തിച്ചത്. അപ്പം ഇനി മുമ്പോട്ടുള്ള കാര്യം അമ്മ മാതാവ് തന്നെയാണ് നോക്കേണ്ടത്. എനിക്ക് ഈ കമ്പനിയിൽ ജോലി തന്നത് അമ്മ മാതാവാണ്. കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള ഇൻ്റർവ്യൂ പോസ്റ്റിൽ നിന്ന് അസിസ്റ്റൻറ്റ് മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് അമ്മ മാതാവാണ് എന്നെ ഉയർത്തിയത്. അപ്പോഴേ എനിക്ക് വർക്ക് വിസ അമ്മ മാതാവ് തന്നേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കല്ലേ, ഇത് അമ്മ മാതാവ് തന്നേ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ കമ്പനിയായിട്ട് സംസാരിച്ചു. അവർ നമുക്ക് വർക്ക് വിസ തരാമെന്ന് അവർ എഗ്രി ചെയ്തു. ആ സമയത്ത് UK നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് തിരിച്ച് വരാനായിട്ട് തുടങ്ങി. റൂൾസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു 4 മാസം മുമ്പ് എൻ്റെ വർക്ക് വിസയുടെ പേപ്പർ എല്ലാം സബ്മിറ്റ് ചെയ്തു. വിസ വെച്ചതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഓൾമോസ്റ്റ് 3 to 4 വീക്സ് എടുക്കും നമ്മൾ നോർമലായിട്ടൊരു വിസ അപ്ലൈ ചെയ്ത് എൻ്റെ റിസൾട്ട് വരാൻ. എനിക്ക് പിറ്റേ ദിവസം തന്നെ എൻ്റെ ആപ്ലിക്കേഷൻ കൺഫേം ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചത്. അമ്മ മാതാവിന് ഞാൻ വലിയ കഴിവുള്ള ആളൊന്നുമല്ല, പക്ഷേ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ് ഗ്രേസ്. എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല, അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, ഈശോയുടെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കോവിഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് പത്രമൊന്നും കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ ഫാമിലിയിൽ ശരിക്കും ആർക്കും, എൻ്റെ കസിൻസിനൊന്നും കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എക്സാം പാസ്സായി, എൻ്റെ ലോണ് ഒന്നും ഇല്ല, ഉറപ്പായിട്ടും ഇത് ആകില്ല എന്ന് പറഞ്ഞ ലോൺ വരെ എനിക്ക് വിത്തിൻ ഒരു 5 to 6 days പാസ്സായി. 3 to 6 months പോലും വെയിറ്റ് ചെയ്തവർക്കൊന്നും പാസ്സാകാത്ത ലോണ് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താൽ എനിക്ക് പാസ്സായി. അങ്ങനെ ഞാൻ അവരോടെല്ലാം പറഞ്ഞു. അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോഴും അവർ ഉടമ്പടി ജീവിതത്തിൽ കഴിയാണ്. എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ ബ്രദർ, ഇവരെല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. പിന്നെ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, കുമ്പസാരിക്കാറുണ്ടായിരുന്നു. രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്. അപ്പോൾ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ജെർമായ chapter 33 verse 3. പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ ദൈവത്തെ സമീപിക്കാനാണ് ഉടമ്പടി ജീവിതം നമ്മെ ക്ഷണിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തോട് തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവം ഒരിക്കലും നിശബ്ദനായിരിക്കുന്നില്ല. സത്യസന്ധമായി നാം വിളിക്കുമ്പോൾ നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ദൈവവും ഒരമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നയിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. അതാണ് നമ്മൾ ആൻ മരിയ എന്ന മകളുടെ സാക്ഷ്യത്തിലും കാണുന്നത്. ഈശോയും അമ്മയും കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ലൊരു ഉടമ്പടി ജീവിതം. ഈ മകൾ പറഞ്ഞതുപോലെ ആദ്യമായി ഓൺലൈനിലാണ്, ഉപരിപഠനത്തിന് തടസ്സമായിരുന്നപ്പോഴാണ് ഈ മകൾ ഉടമ്പടി എടുക്കാൻ വന്നത്. പിന്നീടുള്ള ജീവിതം മുഴുവനും ഈശോയും അമ്മയും കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഉപരിപഠനത്തിനുള്ള ആദ്യത്തെ നിയോഗം തന്നെ ഈശോയും അമ്മയും നടത്തി കൊടുത്തപ്പോൾ ഈ മകളുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. പിന്നീടാണ് ഒരു വലിയ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഫ്രം SBI ബാങ്ക് മാനേജറിൽ തന്നെ കൂടെ തന്നെ ഈശോയും അമ്മയും ഈ മകളുടെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു.
ആ മാനേജറാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തത്, കൃപാസന അമ്മയുടെ അടുത്ത് പോകാനും ഒരു കാശ് രൂപ ലഭിക്കുവാനും. പിന്നെ ഈ മകൾ ആ കാശ് രൂപം ഫോട്ടോ എടുത്ത് പിന്നെയാണ് അമ്മയെ മുറുക്കെ പിടിച്ചുള്ള ഒരു ജീവിതം, അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ കൂടെയുള്ള ജീവിതമായിരുന്നു പിന്നീട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലാണ് ഈശോയും അമ്മയും ഇടപെടുന്നത്. നമുക്കും ഈ മകളെപ്പോലെ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 3 മാസം കൊണ്ട് ശരിയാകേണ്ട എഡ്യൂക്കേഷൻ ലോണാണ് 10 ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്കത് ലഭിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. കാനായിൽ അവരുടെ കാര്യം മനസ്സിലായ, ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായ അമ്മ ഈശോയോട് ചെന്ന് പറഞ്ഞപ്പോൾ ഈശോ അവരുടെ കാര്യം ചെയ്ത പോലെ തന്നെയാണ് ഈ മകൾ പെട്ടെന്ന് UK പോകേണ്ട കാരണമുണ്ടായിരുന്നുകൊണ്ട് 3 മാസം എടുക്കേണ്ട പേപ്പർ വർക്കാണ്, എഡ്യൂക്കേഷൻ ലോണാണ് 10 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ആ അമ്മ നമ്മളെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഉണ്ടായിരുന്നതാണ് PGMA ലിറ്ററേച്ചറിൻ്റെ 3 സപ്ലിമെൻ്ററി പ്രോബ്ലമായിരുന്നു. അത് റീവാലുവേഷനായിട്ട് കൊടുത്തപ്പോഴാണ് അതും ഒരു വലിയൊരു ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ മകൾക്ക് അതും ക്ലിയർ ആക്കാൻ സാധിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയോഗമായിരുന്നു. കസ്റ്റമർ സർവീസിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എഴുതാൻ പോയത്. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് UK ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ജോലി ലഭിച്ചത്. ഇതൊക്കെയാണ് ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന, ഉടമ്പടി മക്കളുടെ കൂടെ നിന്ന് ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ 1000-ഓളം മെയിൽ അയച്ചിരുന്നു. പല പ്രാവശ്യവും പല മെയിലുകൾ ആങ്ങളെയും പെങ്ങളും ഒന്നിച്ച് അയച്ചിരുന്നു. അതിനെല്ലാം നെഗറ്റീവ് റിപ്പോർട്ടാണ് വന്നത്. ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് ഈ വലിയൊരു ജോലി, അസിസ്റ്റൻ്റ് മാനേജറായിട്ട്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ മക്കളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ നമുക്കതാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളുമാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കാം, ദൈവത്തെ വിശ്വാസത്തോടെ വിളിക്കാം. അമ്മേ ഈശോയെ നമ്മുടെ ജീവിതത്തിലും പുതിയ പ്രത്യാശയും വഴിയും വെളിപ്പെടുത്തി തരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ആൻമരിയയ്ക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം.